ഹായ് ഹലോ, ഇറ്റ്സ് മീ ഷാന അൻവർ. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വിരുന്നിന് പോവാട്ടോ. പിന്നെ ജസ്റ്റ് ഒരു ഔട്ടിങ്ങും. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വിരുന്ന് വരുന്നത് എൻ്റെ അമ്മോൻ്റെ വീട്ടിലാട്ടോ. അമ്മോൻ്റെ വീട് പുറത്തൂർ ചേന്നര ഭാഗത്താണ്. ഇതാണ് കേട്ടോ മാമൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളെ വിരുന്നിനെ വിളിച്ചിരുന്നത് ഉച്ചക്കായിരുന്നു. ജസ്റ്റ് ചെറുതായിട്ട് ലേറ്റായി പോയി. ഞാൻ അവിടെ പോയി ഫുഡൊക്കെ എടുത്ത് വെച്ചു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു. ഇതാട്ടോ മാമൻ്റെ ഫാമിലി. ഇത് മാമൻ്റെ ചെറിയ മോളാണ് ഐഷ, പിന്നെ ചെറിയ മോന് റബി, പിന്നെ ഇതാണ് ചിഞ്ചു കേട്ടോ. പിന്നെ വേറൊരു മോളും കൂടി ഉണ്ട്. പിന്നെ അതാണ് മാമൻ്റെ വൈഫ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം കസ്റ്റാർഡ് ഉണ്ടാക്കിയിരുന്നു മാമി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാട്ടോ മാമൻ്റെ മോനിക്ക് നബിദിനത്തിന് കിട്ടിയ മിഠായിക്ക് അവന് കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വെല്ലനെ യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം നേരെ പോയത് അമ്മായിൻ്റെ വീട്ടിലേക്കാട്ടോ. ഇതാട്ടോ അമ്മായിൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ അമ്മായിനെ കണ്ടു. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഒക്കെ വീട് കണ്ടിട്ടില്ലായിരുന്നു, അപ്പം വീടൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ മിറർ ഉണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ചെമ്പ്രവട്ടാട്ടോ. അപ്പോൾ ചെമ്പ്രവട്ടം ആ റൂട്ടിൽ പണിയെടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ പെട്ടു. അങ്ങനെ ഞങ്ങൾ ചെമ്പ്രവട്ടെത്തി. ചെമ്പ്രവട്ടം പാലാട്ടത്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നേരെ ഞങ്ങൾ കർമ്മയ്ക്ക് പോയി. കർമ്മയിൽ പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ആ ഒരു ടൈമായപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. കർമ്മ റോട്ടിൽ ഇങ്ങനെ പോകുന്ന ടൈമിലാണ് ഇവിടെ എക്സ്പോ നടക്കുന്നത് കണ്ടത്. പക്ഷേ ഞങ്ങൾ ഈ പോയ ടൈമിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കർമ്മയിലൊക്കെ നിന്ന് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നേരെ ഇക്കാൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോയത്. ഫ്രണ്ടിൻ്റെ വീട് പൊന്നാനിയാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഹനീന ഹോട്ടലിൻ്റെ അവിടെയായിരുന്നു. അവിടെ മുട്ടപ്പത്തിരി അതൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ. അപ്പോൾ അവിടെ ഒരു കുളം ഉണ്ട്, പള്ളിക്കുളം. അവിടെ ഇരുന്നു. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനും. കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നു. പിന്നെ ആ കുളത്തിലാണെങ്കിൽ ഒരുപാട് മീനുണ്ട് കേട്ടോ, ഒരു കുഞ്ഞു കുഞ്ഞു മീനുകൾ. അങ്ങനെ ഇക്കാൻ്റെ ഫ്രണ്ട് വന്നിട്ടോ. അങ്ങനെ ഇക്കാൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി ഞങ്ങൾ നേരെ ബീച്ചിലായിട്ടോ പോയത്, പൊന്നാനി ബീച്ചിൽ. ഇതാട്ടോ ഇക്കാൻ്റെ ഫ്രണ്ടും ഫാമിലിയും. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഹാർബർക്ക് കേട്ടോ, പൊന്നാനി ഹാർബർക്ക്. ഈ ടൈമിലൊക്കെ പോയാൽ അവിടെ നല്ല മീനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഹാർബർക്ക് വിട്ടേ. അങ്ങനെ ഞങ്ങൾ ഹാർബറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇക്കാൻ്റെ ഫ്രണ്ടിനോടൊക്കെ യാത്ര പറഞ്ഞ് നേരെ തിരിച്ചു. തിരിച്ച് വരുമ്പം ഇവിടെ കർമ്മയിൽ എക്സ്പോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ അവിടെ കയറിയില്ല, രണ്ടുപേർക്ക് മൂടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് വരുമ്പോൾ അത്യാവശ്യം നല്ല ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരൂരെത്തിയപ്പോൾ ഷെഫ് സ്റ്റോറിൽ പോയി. അവിടെ കുറച്ച് മൂവിങ് ആയിട്ട് വരുന്നത് ലോഡർ ഫ്രൈസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ലോഡർ ഫ്രൈസൊക്കെ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.